ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് നമ്മുടെ ആനന്ദ ആയുർവേദ ഹോസ്പിറ്റലിലാണ്. അപ്പം ഇന്ന് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ 9ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം വന്നതിൽ വെച്ച് എനിക്ക് ഏറെക്കുറെ ഒരു പകുതിയോളം എനിക്ക് പെയിനൊക്കെ ഇച്ചിരി കുറവുണ്ട്. സത്യത്തിൽ ഞാനൊരു 7 ദിവസത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പം ആദ്യം ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 24 അല്ലെങ്കിൽ ഒരു 14 ദിവസമൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും നമുക്ക് ഇത്രത്തോളം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ഞാനൊരു 7 ദിവസം വിചാരിച്ചാണ് വന്നത്. കാരണം ഈ പറഞ്ഞ കണക്ക് 7 ദിവസം നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്, അത് കഴിയുമ്പോൾ ഇതെല്ലാം ഒരു ടൈം ടേബിൾ പ്രകാരമാണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം 7 ദിവസം ട്രീറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് 7 ദിവസം നമുക്ക് ഒരു 7 അല്ലെങ്കിൽ ഒരു 10 ദിവസം വീട്ടിലൊരു ഇച്ചിരി റെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഗോതയിലേക്ക് ഇറങ്ങാം എന്നുള്ള ഒരു വിചാരമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് കിഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദനയുള്ള സ്ഥലങ്ങളെല്ലാം ഒരു കണ്ടുപിടുത്തം പോലെയാണ് ആ കിഴി എന്ന് പറഞ്ഞാൽ. അതൊരു മരുന്ന് കിഴിയൊക്കെ ആയിരുന്നു. പിന്നീട് ഒരു 2ാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിഴി തുടങ്ങും. അത് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. അപ്പോൾ 3 ദിവസം നമുക്ക് മരുന്ന്, കഷായ കിഴിയും കഷായ കുളിയും അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് നടക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു എണ്ണ കിഴി തുടങ്ങുന്നത്. അപ്പം എണ്ണ കിഴി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് ഒരു 3 ദിവസത്തേക്ക് എടുക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഞവരക്കിഴി തുടങ്ങും. അപ്പം ഞവരക്കിഴി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരമെല്ലാം ഇളക്കി മറിക്കുന്ന ഒരു സംഭവമാണ് ഞവരക്കിഴി എന്ന് പറയുന്നത്. അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് പല പല ട്രീറ്റ്മെൻറ്റുകൾ, അപ്പോൾ നടുവേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അപ്പോൾ ഉള്ളിലൊക്കെ തരുന്ന ട്രീറ്റ്മെൻറ്റുകൾ, അതെല്ലാം പിന്നെ ധാര, ഉഴിച്ചിൽ ഇതെല്ലാം ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പം അത് കൂടാതെ ഇങ്ങനത്തെ കിഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ, അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇച്ചിരി നല്ല പെയിനായിട്ടുള്ള സമയത്താണ് ഞാനിവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എനിക്ക് നടുവേദന ഇല്ലാതെ ഞാൻ എണീറ്റു, പെയിൻ ഇല്ലാതെ ഞാൻ എണീറ്റു. അപ്പം ഇന്നലെ എനിക്ക് കാലിന് നല്ല വലിച്ചിലുണ്ടായിരുന്നു. അതായത് ഡോക്ടർ നമുക്ക് ഞരമ്പൊക്കെ ഒന്ന് വലിച്ചിടും. അപ്പം ആ ഒരു വേദന കൊണ്ടായിരിക്കും എനിക്ക് കാലിൻ്റെ ഞരമ്പിന് ഇച്ചിരി പ്രശ്നം വന്നായിരുന്നു. അപ്പോൾ എനിക്ക് കുനിയാൻ വയ്യ, നമുക്കൊരു തരക്കിടന്നൊരു സാധനം എടുക്കാൻ വയ്യ, പിന്നെ എനിക്ക് ഇരിക്കാൻ വയ്യ. അപ്പോഴൊക്കെ നമുക്ക് കാലിൻ്റെ ബാക്കിൽ വലിച്ചിൽ വരുമായിരുന്നു. അപ്പം അതിന് ആണ് ഇപ്പോൾ ധാരയൊക്കെ ചെയ്യുന്നത്. അപ്പം സത്യത്തിൽ ഇന്നലെ ആ ഒരു ധാര ചെയ്തതിന് ശേഷം എനിക്ക് ഇന്നിപ്പോൾ രാവിലെ ആ ഒരു വലിച്ചിലും കുറവുണ്ട്, നല്ല കുറവുണ്ട്. അപ്പം എല്ലാവരും പോസിറ്റീവ് വൈബിൽ കൂടി ഇങ്ങനെ പോകുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് എൻ്റെ ഹോസ്പിറ്റലിലെ കഥകൾ. അപ്പോൾ പൊതുവേ ഈ ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനെ നീട്ടുന്ന, ഇപ്പം 24 ദിവസം, 21 ദിവസം അല്ലെങ്കിൽ 14 ദിവസം എന്നൊക്കെ നമുക്ക് ഒരു ഡോക്ടർ നമുക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് അറിയില്ലായ്മ കൊണ്ടാണ് നമ്മളൊരു 7 ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇത്രയും അതിനകത്തൊരു ഘടകങ്ങൾ ഇത്രയും വരും. ഇപ്പോൾ ഒരു സർജറി ചെയ്ത് ഇത്ര ദിവസത്തിനകം നമ്മൾ സ്റ്റിച്ച് എടുക്കുന്ന പോലെയല്ല. ഇത് ഓരോ ഭാഗങ്ങളും ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഈ പോരുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ആയിരിക്കും. ആ ഒരു നീര് അല്ലെങ്കിൽ ആ ഒരു കട്ട, അത് പിന്നെ അവർ നല്ല ഇടിച്ച് നല്ല പോലെ ആ നീര് ഇളക്കി അത് അതിൻ്റെ പിറ്റേ നമുക്ക് തിരിച്ചു വരാൻ ഒക്കത്തില്ല. അത് നല്ലതുപോലെ പോയിട്ട് നമുക്ക് വരാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ വളരെ സമാധാനത്തിൽ പോയാൽ മാത്രമേ മിക്കവാറും അതിൻ്റെ ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളിപ്പം 7 ദിവസത്തിന് വന്നു. പക്ഷേ ഇന്നലെ 7 ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് വേദനകൾ കൂടിയതേ ഉള്ളൂ. ആ 7 ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും തീരത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ 9 ദിവസം ആയെങ്കിലും നമ്മൾ വന്ന പെയിനിൻ്റെ ഏകദേശം ഒരു 70% എനിക്ക് കുറവുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അത്രയും നല്ല ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. എല്ലാ തരത്തിലും നമ്മളെന്തുവാ പറയുന്നത്, കുഞ്ഞുങ്ങളെ പോലെയാണ് കേട്ടോ അവർ നമ്മളെ നോക്കുന്നത്. കാരണം അത്രയും അറിയാമല്ലോ, ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അത്രയും ആ ഒരു പലകമേൽ നമ്മളൊരു കുഞ്ഞിനെ പോലെ കിടത്തിയാണ് അവർ ചികിത്സിക്കുന്നത്. ഒരുപാട് എൻ്റെ മക്കളെക്കാട്ടി ചെറിയ കൊച്ചുങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര സ്നേഹമായിട്ടാണ് അവർ പെരുമാറുന്നത്. അമ്മ എന്നൊക്കെ വിളിച്ച് നല്ല രീതിയിലാണ്. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പോഴെപ്പോഴും പറഞ്ഞു തീർക്കാവുന്ന തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. പിന്നെ ഒരുപാട് പേരിവിടെ വന്നിട്ടുണ്ട്. പിന്നെ ജെൻസ് ആയാലും ലേഡീസ് ആയാലും ഇപ്പോൾ എന്നെപ്പോലെ വയ്യാത്തവർ വരുന്നുണ്ട്. അതെല്ലാം ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കുഴപ്പങ്ങൾ, നടുവിനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന അങ്ങനെ ഉള്ള അവരുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിലൊക്കെ വരുന്നവരുണ്ട്. പല വിധത്തിലുള്ള പേഷ്യൻസ് വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് വന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശേഷം. അപ്പം എൻ്റെ ദിവസം കുറച്ചും കൂടെ നീട്ടി കിട്ടിയിരിക്കുകയാണ്. ഒരു ഞായറാഴ്ച കൂടെ, അതായത് ഒരു 3 ദിവസം കൂടെ എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഇതുപോലെ നിന്നില്ലെങ്കിൽ നമുക്കിതിൻ്റെ ഫലമില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം സുഖചികിത്സ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും പെയിൻ അനുഭവിക്കുന്നവർക്ക് പെയിനെ പറ്റി മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.